പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ചിലരാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മൾ ദിവസവും ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ കുടുംബമായി കരുതുന്ന അടുത്ത സുഹൃത്തുക്കൾക്കോ വേണ്ടി നാം പ്രാർത്ഥിക്കണം. കുടുംബത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തമായ സ്വാധീനം ചെലുത്തും. കർത്താവായ യേശുവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളുടെ ജീവിതം ഐക്യത്തിലും പ്രത്യാശയിലും ആരോഗ്യത്തിലും നിറയ്ക്കണമേ. കരുണയുടെ അടയാളമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. നല്ല ദൈവമേ, അങ്ങയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളുടെ ജീവിതം ഐക്യത്തിലും പ്രത്യാശയിലും ആരോഗ്യത്തിലും നിറയ്ക്കണമേ. കരുണയുടെ അടയാളത്തിനായി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. കടങ്ങളിൽ നിന്നും ഒരു സാമ്പത്തിക അത്ഭുതം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് സമാധാനവും പ്രകൃതിയോടൊപ്പമുള്ള വീട്ടിൽ ജീവിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ഹൃദയം നിറയ്ക്കുവാനും കഴിയട്ടെ. എല്ലാ വിശുദ്ധന്മാരോടും ഞങ്ങളുടെ പരിശുദ്ധമ്മയായ മറിയത്തോടും കൂടി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ വിലയേറിയ കുടുംബത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കഴിവുകൾക്കും നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുന്നു. ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങളെ ഒരുമിപ്പിക്കുകയും ഞങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും എല്ലാ ദിവസവും അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സജ്ജരാക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും നന്ദി പറയുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ കുടുംബം ഭയവും ആശയക്കുഴപ്പവും കൊണ്ട് പെരുകുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തിയും സാന്നിധ്യവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ ആശ്വാസവും സമാധാനവും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതുണ്ട്. അങ്ങ് അവിടുത്തെ കൈകൾ നീട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ആവശ്യമായ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ വ്യക്തിഗത ആവശ്യങ്ങളും ഭയങ്ങളും എല്ലാം അമ്മ അറിയുന്നുവല്ലോ. ജീവിതയാത്രയിൽ തുടരുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും മുന്നോട്ടു പോകുവാനും ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം നൽകണമേ. ഞങ്ങൾ ഉടനടി ഉത്തരങ്ങൾ കാണുന്നില്ലെങ്കിലും അങ്ങിൽ വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കിടയിലും മുന്നോട്ടു പോകുവാനുള്ള പ്രത്യാശ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും ഉത്തരം നൽകുന്നതിനും ഞാൻ പരിശുദ്ധ അമ്മ വഴി കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ നിരന്തരമായ പരിചരണത്തിനും സമാധാനത്തിനും പരിശുദ്ധ അമ്മ വഴി ഞാൻ നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളിൽ അങ്ങ് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞാൻ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രോഗികളായും ദുഃഖിതരായും വേദന അനുഭവിക്കുന്നവരുമായി കരുതുന്നു. പരിശുദ്ധ മാതാവേ, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസമായി കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് ചുറ്റുമെന്ത് സംഭവിച്ചാലും മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങയിൽ ഞങ്ങളുടെ കണ്ണുകൾ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, പ്രിയപ്പെട്ടവർ ഒരു കുടുംബമായി ഒത്തുചേരുവാനുള്ള കൃപ തരണമേ. പല ദിശകളിൽ കീറിപ്പോയ കുടുംബ ബന്ധങ്ങളെ ഒന്നിച്ചു ചേർക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കേണ്ടതുപോലെ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഏറ്റവും പ്രധാനമായി അങ്ങയെ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായും കുടുംബപരമായും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
എന്റെ കുടുംബത്തിന് ഇപ്പോൾ അമ്മയുടെ സഹായം ആവശ്യമാണ്. അത്തരം പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തുടരുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരേ സമയം ജീവിതത്തിൽ തെറ്റായി പോകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ജീവിതം മുന്നോട്ടു പോകുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുമെന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഒന്നിനു പുറകെ ഒന്നായി പോരാട്ടങ്ങൾ നേരിടുന്നതായി തോന്നുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഈ പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങൾക്ക് അമ്മയുടെ ശക്തിയും സംരക്ഷണവും മാർഗനിർദ്ദേശവും ആവശ്യമാണ്. അങ്ങയുടെ ആശ്വാസത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിൽ പകരണമേ. മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, പരസ്പരം പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മി, എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ദൈവിക മാർഗനിർദ്ദേശം തേടി ഞാനിതാ ഒരു കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായിരിക്കട്ടെ. അങ്ങേ അനുഗ്രഹവും കൃപയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എപ്പോഴും ഞങ്ങളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും നീതിയുടെ പാതകളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഏത് അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പ്രിയ ദൈവമേ, കുടുംബത്തിന്റെ സമ്മാനത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ പരസ്പരം കണ്ടെത്തുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിയുള്ളവരാണ്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തെ നിസ്സാരമായി കാണുവാൻ അനുവദിക്കരുതേ. ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്ന നിമിഷങ്ങളെ എപ്പോഴും വിലമതിക്കുവാനിടയാകട്ടെ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, അസുഖമോ വൈകാരിക വേദനയോ മറ്റു വെല്ലുവിളികളോ എന്തുമാകട്ടെ, ഞങ്ങളുടെ എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളെയും സമയങ്ങളെയും ഇതാ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, എൻ്റെ ഈ പ്രാർത്ഥനയോടൊപ്പം പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രന്റെ കരങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ രോഗശാന്തി സ്പർശനവും സാന്ത്വനവും ഞങ്ങളുടെയും എല്ലാ ഭവനങ്ങളുടെയും മേലുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടുന്നു. അങ്ങയെ ബഹുമാനിക്കുന്നതും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും നല്ല താല്പര്യമുള്ളതുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾ പൂർണ്ണരല്ലെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്നു. ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ക്ഷമയും പരിശീലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഏൽപ്പിക്കുന്നു. അവരെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ വളർച്ചയിലും വികാസത്തിലും അവരെ നയിക്കുകയും ചെയ്യണമേ. അവർ വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളരട്ടെ. സമാധാനത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ധാരണകളെയും കഴിയുന്ന സമാധാനം നൽകണമേ. സംഘർഷങ്ങൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീട് ഐക്യത്തിന്റെയും ശാന്തതയുടെയും സ്ഥലമാകട്ടെ. പരിശുദ്ധാമ്മേ, ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് ജീവിത വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പരസ്പരം ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷണ സമയങ്ങളിൽ ധൈര്യവും പ്രതിരോധവും ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം എപ്പോഴും ലോകത്തിൽ അങ്ങേ പ്രകാശത്തിന്റെ ഉറവിടമായിരിക്കട്ടെ. സങ്കീർത്തനം 5:11 പറയുന്നു, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കട്ടെ, അവർ സന്തോഷത്തോടെ പാടട്ടെ. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ സന്തോഷിക്കേണ്ടതിന് നിന്റെ സംരക്ഷണം അവരുടെ മേൽ പരത്തേണമേ. കർത്താവെ, എന്റെ കുടുംബത്തിന്റെ മേൽ അങ്ങയുടെ സംരക്ഷണം പരത്തേണമേ. ഞങ്ങളെല്ലാവരെയും നയിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ഓരോ ദിവസവും അങ്ങയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ കുടുംബം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. അങ്ങേ സംരക്ഷണത്താൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ പോക്കിനെ കാത്തു സൂക്ഷിക്കണമേ. ഇന്നും എന്നേക്കും അങ്ങേ സംരക്ഷണം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ ഭവനങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ വചനത്തിന്റെ മഹത്വവും ജ്ഞാനവും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് ദീപവും ഞങ്ങളുടെ പാതകൾക്ക് പ്രകാശവുമാണെന്ന് ഞങ്ങളെ അറിയിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ഞാൻ അങ്ങയുടെ തിരുവെഴുത്തുകളിൽ നിന്ന് ജ്ഞാനം നേടട്ടെ. പ്രാർത്ഥനയിൽ അങ്ങയോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനുമുപരിയായി അങ്ങയുമായും മറ്റുള്ളവരുമായും ജീവൻ നൽകുന്ന ബന്ധം വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. ഞങ്ങളെല്ലാവരെയും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഉയർത്തണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ കുടുംബം ഇപ്പോൾ എന്തു തന്നെയായാലും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം നൽകണമേ. മാർഗനിർദ്ദേശനത്തിനും സഹായത്തിനുമായി ഞാൻ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ വാക്കുകളില്ലാത്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഇന്ന് എൻ്റെ കുടുംബത്തിന് ശക്തിയും പ്രതീക്ഷയും സമാധാനവും നൽകണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഐക്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ വ്യത്യാസങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധത്തെ, കൂട്ടായ്മയെ തകർക്കാതിരിക്കട്ടെ. സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടായ്മയിലൂടെയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ വചനത്തിലൂടെയും പരസ്പരം ഉയർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. നീ എനിക്കുത്തരം നൽകണമേ. നിന്റെ ചെവി എന്നിലേക്ക് തിരിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തണമേ. അനുദിനം പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. അന്യോന്യം അന്യായം ചെയ്താൽ ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, തെറ്റുകൾ തിരുത്തുവാനും ഞങ്ങൾ നിരാശപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കുവാനും പരസ്പരം സഹായിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒരു കുടുംബം എന്ന നിലയിൽ മനഃപൂർവ്വം ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനും ഒരു കുടുംബം എന്ന നിലയിൽ അങ്ങേ വചനത്തിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ സ്നേഹനിർഭരവും ശക്തവുമായ സഹായത്തിൽ എനിക്ക് എപ്പോഴും ആശ്രയിക്കുവാൻ കഴിയട്ടെ. എൻ്റെ ജീവിതം എപ്പോഴും അമ്മയുടെ വെളിച്ചത്തിലും സ്നേഹത്തിലും നയിക്കപ്പെടട്ടെ. എനിക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും വേണ്ടി അമ്മ ചെയ്ത എല്ലാ കൃപകൾക്കും അത്ഭുതങ്ങളുടെ മാതാവേ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെ സ്നേഹനിർഭരമായ സഹായത്താൽ ഞാൻ എപ്പോഴും ആശ്രയിക്കട്ടെ. അങ്ങനെ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്, കൃപകൾക്ക് ഞാനും എൻ്റെ കുടുംബവും സാക്ഷിയായി മാറട്ടെ. പരിശുദ്ധാമ്മേ, അനുദിന ജീവിതത്തിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും
ഓരോ ദിവസവും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ശക്തിയും വിവേകവും നൽകുന്ന അങ്ങേ സ്നേഹ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും അനുഭവപ്പെടട്ടെ. എൻ്റെ പാത മുറിച്ചു കിടക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന അങ്ങേ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉപകരണമായി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും മാറ്റണമേ. ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകയുമായതിന് അത്ഭുതങ്ങളുടെ അമ്മേ, ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും അമ്മയുടെ സ്നേഹനിർഭരവും ശക്തവുമായ സഹായം എന്നും തുടരണമേ. അത്ഭുതങ്ങളുടെ അമ്മേ, നന്ദിയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ അടുക്കൽ വരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ സ്നേഹവും സംരക്ഷണവും സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെയും ഞാൻ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തെയും അമ്മ തുടർന്നും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വഴികളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരത്ഭുതം നൽകണമെന്ന് ഞാൻ പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, അമ്മയുടെ സഹായത്തിന്, അമ്മയുടെ സാന്നിധ്യത്തിന്, അമ്മയുടെ സംരക്ഷണത്തിന് എന്നെയും എൻ്റെ ഭവനത്തെയും യോഗ്യരാക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ക്രിയാത്മകവും ഫലപ്രദവുമായ പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സാമ്പത്തിക ജീവിതത്തിനും ഒപ്പം വളരുവാനും വികസിപ്പിക്കുവാനും എനിക്ക് ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അമ്മ ഞങ്ങളെ തുടർന്നും അനുഗ്രഹിക്കുകയും ജീവിതത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ജ്ഞാനവും ശക്തിയും നൽകുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങളെപ്പോഴും ആശ്രയിക്കുവാൻ കഴിയട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കട്ടെ. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അത്ഭുതങ്ങളുടെ മാതാവേ, ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും അമ്മയുടെ സ്നേഹനിർഭരമായ സഹായം ഞാൻ തുടർന്നും പ്രതീക്ഷിക്കും. പരിശുദ്ധാമ്മേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനയും നന്ദിയും ഉയർത്തുവാൻ ഒരിക്കൽ കൂടി ഞാൻ അമ്മയുടെ മുൻപിൽ വരുന്നു. അമ്മയുടെ സംരക്ഷണത്തിനായുള്ള അമ്മയുടെ സ്നേഹപൂർവമായ മധ്യസ്ഥതയ്ക്ക് അമ്മ എനിക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി. അനിശ്ചിതത്വത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളിൽ മുന്നോട്ടു പോകുവാൻ എനിക്ക് ശക്തിയും ധൈര്യവും നൽകിയ അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി. പരിശുദ്ധാമ്മേ, എപ്പോഴും അമ്മയിൽ ആശ്രയിക്കുവാനും വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മാവിന് ആശ്വാസം നൽകട്ടെ. കൃപാസനം പ്രസാദവര മാതാവേ, ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ അമ്മയുടെ സഹായവും സംരക്ഷണവും ആവശ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെയും ഞാൻ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തെയും അമ്മ തുടർന്നും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും പിന്തുടരുവാനുള്ള ശരിയായ ദിശ കാണിച്ചു തരികയും ചെയ്യണമേ. സ്നേഹമുള്ള അമ്മേ, എൻ്റെ ആരോഗ്യത്തിനായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചേക്കാവുന്ന എല്ലാ രോഗങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും ശമനം നൽകണമേ. ഒപ്പം രോഗികളായി എൻ്റെ ഭവനത്തിലും എൻ്റെ സമൂഹത്തിലും പല സ്ഥലങ്ങളിലും കഴിയുന്ന എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അനുദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ ആരോഗ്യം ഞങ്ങൾക്ക് നൽകണമേ. സന്തോഷത്തോടും ശാന്തതയോടും കൂടി ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുവാൻ കൃപ തരണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ എത്തുകയും വിശ്വാസവും പ്രത്യാശയും എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരികെ നൽകണമേ. അത്ഭുതങ്ങളുടെ മാതാവേ, ഞാൻ സ്നേഹിക്കുന്നവരുടെ എനിക്ക് ചുറ്റുമുള്ളവരുടെയും ആരോഗ്യത്തിനായി ഞാൻ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. വേദനയ്ക്ക് ആശ്വാസവും കഷ്ടതകൾക്ക് പരിഹാരവും ഹൃദയങ്ങൾക്ക് സമാധാനവും നൽകുന്ന ശാരീരികമോ മാനസികമോ
ആത്മീയമായ സൗഖ്യം ആവശ്യമുള്ള എല്ലാവരെയും അമ്മയുടെ അനുഗ്രഹ സ്പർശനത്തിനായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ജീവിക്കുന്ന ഉദാഹരണമായി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങളെപ്പോഴും ഓർമ്മിപ്പിക്കണമേ. വിശ്വാസവും അങ്ങേ പുത്രന്റെ മധ്യസ്ഥത്താൽ എല്ലാം സാധ്യമാകുമെന്ന പ്രതീക്ഷയും ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കരുതേ. അത്ഭുതങ്ങളുടെ മാതാവേ, അമ്മ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്നും എൻ്റെ സാമ്പത്തിക ജീവിതത്തിലും എൻ്റെ ആരോഗ്യത്തിലും അത്ഭുതം പ്രവർത്തിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപരം മാതാവേ, ഞങ്ങളെല്ലാവരെയും വെളിച്ചത്തിന്റെയും സന്തോഷത്തിന്റെയും പാതയിലൂടെ നയിക്കുന്ന അങ്ങേ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും നീലാങ്കിയാൽ ഞങ്ങളെ ആശ്ലേഷിക്കണമേ. കൃപാസനം പ്രസാദപരം മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.